Find the rational number represented by the repeating decimal 5.373737. ഓക്കെ, നമുക്ക് ഇതിന്റെ എന്താണ് റാഷണൽ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 5.373737. ഇതിന് എനിക്ക് 5 പ്ലസ് 0.37 പ്ലസ് പിന്നെന്താണ് 0.00, രണ്ട് അക്കം നമ്മൾ ഓൾറെഡി എടുത്തുല്ലോ, 37 പ്ലസ് 0.000037 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? ഓക്കെ, ഈ ഫ്രാക്ഷൻ വരുന്നത് 0.37 തൊട്ടിട്ടുള്ള ഈ ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പറിനെ മാത്രം എടുത്ത് ആഡ് ചെയ്ത് എടുക്കാൻ പോവാണ്. 0.37 പ്ലസ് 0.0037 പ്ലസ് 0.000037 എക്സെട്ര. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 0.37 എന്ന് പറഞ്ഞാൽ എന്താ, 37/100 അല്ലേ? പ്ലസ് 0.0037 എന്ന് പറഞ്ഞാൽ എന്താവും, 37/10,000 പ്ലസ് അടുത്ത നമ്പറോ 37/10 lakh. അല്ലേ? എക്സെട്ര. അപ്പൊ ഇതിനെ എനിക്ക് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതി കൂടെ? ദാറ്റ് ഈസ് 37 into 10⁻². അല്ലെ? 100നെ എനിക്ക് മുകളിലേക്ക് എടുക്കുമ്പോൾ എന്തെന്ന് എഴുതാൻ, 10⁻² ആക്കിയിട്ട് എഴുതാം. പ്ലസ് 37 into താഴെ എന്താ 10⁴ ആണ്, അത് മുകളിലേക്ക് എഴുതുമ്പോൾ 10⁻⁻4 പ്ലസ് 37 into 10⁻⁻6 എക്സെട്ര. ഓക്കെ, ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് സീരീസ് ഓർമ്മ വരുന്നേ? ജോമെട്രിക് സീരീസ് ഓർമ്മ വരുന്നില്ലേ? അതായത് ജോമെട്രിക് സീരീസ് എങ്ങനെയാ, a പ്ലസ് AR പ്ലസ് AR² എക്സെട്ര. ഇതിന്റെ സമ്മേഷൻ എന്താ, a/1 - r ആണ്, ഇഫ് r ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ. അല്ലെ? അപ്പൊ ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പൊ എന്റെ എയുടെ വാല്യൂ എന്താ, a = ഫസ്റ്റ് നമ്പർ, അതായത് 37 into 10⁻². ഇനി ആറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ ചെയ്താൽ മതി. അല്ലെ? ഡിവൈഡഡ് ബൈ 37 into 10⁻². This get cancel. നമുക്ക് കിട്ടുന്നത് 10⁻² എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് സമ്മേഷൻ കണ്ടുപിടിച്ചൂടെ? അതായത് ഇപ്പുറത്തേതാ 0.37 പ്ലസ് 0.0037 പ്ലസ് 0.000037 ഈക്വൽ ടു, ഇതിന്റെ റിസൾട്ട് എങ്ങനെ കാണുക? a ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, a/1 - r ആണ്, 1 - 10⁻² എന്ന് കിട്ടും. That is equal to 37 into 10⁻²/0.99 എന്ന് കിട്ടും. അപ്പൊ ആ 10⁻² താഴത്തേക്ക് വരുമ്പോ 37/99 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് ആ റാഷണൽ നമ്പർ കണ്ടുപിടിച്ചൂടെ? 5.373737 എന്ന് പറഞ്ഞാൽ എന്താ, 5 പ്ലസ് ഈ മൊത്തം വാല്യൂ അല്ലായിരുന്നു, അതായത് 5 പ്ലസ് 37/99. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 532/99. ഓക്കെ, ഇതല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ?